നമസ്കാരം, ഞാൻ നിരഞ്ജൻ. ക്രിട്ടിക് ട്രൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എമ്പുരാനിൽ പൃഥ്വിരാജിനെ പറ്റിയ 10 തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഗാലറിയിലിരുന്ന് കളി കാണുന്നത് പോലെയല്ല കളിക്കളത്തിലെന്ന് അറിയാം, എങ്കിലും ഒരു സാധാ പ്രേക്ഷകന് സിനിമ കാണുമ്പോൾ തോന്നുന്ന കുറവുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു മാത്രം. അപ്പോൾ ആദ്യത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ സ്റ്റോറി തന്നെയാണ് ഇതിന്റെ ഒരു പോരായ്മ. ഇത്രയും ഹൈപ്പിൽ വന്ന വേറൊരു ചിത്രം ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ തന്നെ മലയാള ചരിത്രത്തിൽ തന്നെ, സിനിമാ ചരിത്രത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഹൈപ്പിൽ വരുന്ന, അത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റമറ്റ ആയിരിക്കണം. കാരണം സ്റ്റോറിയും സ്ക്രിപ്റ്റും ഒക്കെയാണല്ലോ ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മുരളിഗോപിയും പൃഥ്വിരാജും ഒരുപാട് ആലോചിച്ചും ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടും മറ്റുള്ളവരെ കൺസൾട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഈ സ്റ്റോറി ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറിയുടെ പോരായ്മയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറിയിൽ പറയുന്നത് ഒരു 3 പ്ലോട്ടുകളാണ് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ അബ്രാം ഖുറേഷിനെ കാണിക്കുന്ന ഒരു പ്ലോട്ട്, നോർത്ത് ഇന്ത്യയിലെ സായിദ് മസൂദിനെ കാണിക്കുന്ന ഒരു പ്ലോട്ട്, പിന്നെ കേരള രാഷ്ട്രീയത്തിലെ അതിന്റെ പ്ലോട്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടുകളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണലിലേക്ക് അബ്രാം ഖുറേഷി ആണല്ലോ സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹത്തിന് കാണിക്കുന്നതാണെങ്കിൽ ഈ ഫസ്റ്റ് നരേഷനിൽ പറയുന്നുണ്ട് വേൾഡിനെ നിയന്ത്രിക്കുന്ന 2 കോക്കസുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഒരു കോക്കസിന്റെ ചീഫാണ് അബ്രാം ഖുറേഷി എന്നുള്ളത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ പറയുന്നത് ഒരു പെരുമ്പാവൂരോ അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഉള്ള ഒരു കോക്കസിന്റെ ചീഫ് എന്നുള്ളതല്ല പറയുന്നത്. അത് പോട്ടെ, കേരളമോ സൗത്ത് ഇന്ത്യയോ ഇന്ത്യയോ ഏഷ്യയോ ഇതൊന്നും അല്ല പറയുന്നത്, വേൾഡിനെ തന്നെ. അപ്പോൾ അത്രയും സ്കെയിലിൽ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. അത് ഒരു ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഭവമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഈ വേൾഡിൽ 2 കോക്കസാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണമെന്ന് പറയുന്ന തിയറി മുരളിഗോപിയും പൃഥ്വിരാജും പറയുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് പോവുകയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. വേൾഡിൽ തന്നെ ഒരുപാട് മേഖലകളിലുണ്ട്. എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സ്പൈകളുണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ വെപ്പൺസ് ഡീൽ ചെയ്യുന്ന ഒരു കോക്കസ് ഉണ്ട്. അതുപോലെ ബയോ വെപ്പൺസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, കോർപ്പറേറ്റ്സ്, ഇങ്ങനെ പല പല കോക്കസുകളും നെക്സസുകളും അടങ്ങിയതാണ് ഈ വേൾഡ്. അല്ലാതെ ഒരു 2 പർട്ടിക്കുലർ നെക്സസ് ഗ്രൂപ്പുകളാണ് ഈ വേൾഡിൽ മുഴുവൻ ശക്തികളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ഇനി പോട്ടെ, അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ള ഒരു വൺ ഓഫ് ദി ഗ്രൂപ്പിന്റെ നെക്സസിന്റെ ഹെഡായിട്ടുള്ള ഈ സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷിയും കാണിക്കുന്നത് കേരളത്തിലേക്ക് വരിക. നമ്മൾ ലൂസിഫറിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് എന്തോ ഒരു ചെറിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം തന്നെ വരണമെന്നും ഇദ്ദേഹം തന്നെ അത് ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരാണ്, സ്റ്റോറീനെ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു 5 കൊല്ലം ഇവിടെ വന്ന് നിന്ന് ഇവിടെ ഒരു MLA ആവുന്നു, ഇവിടുത്തെ പൊളിറ്റിക്സിനെ കളിക്കുന്നു. ഇത്രയും വലിയ കോക്കസിൽ, ഇത്രയും വലിയ നെക്സസിലെ ഒരു ഹെഡായ ഒരു വ്യക്തിക്കൊന്നും ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ അവർക്കൊരു മൂവ്മെന്റ് സാധ്യമല്ല. ഓക്കെ, ഇവിടെ അബ്രാം ഖുറേഷിയുടെ ഐഡന്റിറ്റി ആർക്കും അറിയില്ല എന്ന് പറയുന്നു. ഒരു സ്പൈ നെറ്റ്വർക്കാണ്, ഏതോ ഒരു രാജ്യത്തിന്റെ ഒരു സ്പൈ നെറ്റ്വർക്കിന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി. പക്ഷെ അങ്ങനെ അല്ലായിരിക്കും, എല്ലാവരിൽ നിന്നിട്ട് മറിച്ച് നിൽക്കുക അസാധ്യമാണ്. ഇവർക്ക് ഒരുപാട് വേറെ എനിമീസ് ആയിട്ടുള്ള കോക്കസുകളുണ്ട്, പലരായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ചോരാവുന്നതും ഏത് നിമിഷവും ശത്രുവിന്റെ കയ്യിലെത്താവുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നെങ്കിൽ ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി അല്ലാതെ അവർക്ക് ഒരു മൂവ്മെന്റും സാധ്യമല്ല. ഈവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഒരു 5 years വന്നിട്ട്, 5 ദിവസത്തിന്റെ കാര്യമല്ല പറയണത്, ഒരു 5 years വന്നു. അപ്പൊ അതിലൊക്കെ ഈ സ്റ്റോറി ലൈനിലൊക്കെ ഒരു ഇദ്ദേഹത്തിന് ലൂസിഫറിലത് ഓക്കെ ആയിരുന്നു, കാരണം നമുക്ക് ഇദ്ദേഹം ആരാണെന്ന്, ഇദ്ദേഹത്തിന്റെ സ്കെയിൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ എംബ്രാനിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കെയിൽ ഇതാണെന്ന് പറയുമ്പോൾ ഈ ലൂസിഫറിൽ കാണിച്ചത് പോലും ഒരു വൃത്തികേടായി പോയി അല്ലെങ്കിൽ ലോജിക്കില്ലായ്മയായി പോയി എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലോട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ സായിദ് മസൂദിന്റെ ബാല്യം കാണിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അദ്ദേഹത്തിന്റെ വംശത്തിനെ തന്നെ ബ്രൂട്ടലി ആയിട്ട് കൊല ചെയ്യപ്പെടുകയാണ്. ആ ബാലനിലുണ്ടാവുന്ന ഒരു റിവെഞ്ച് ഫാക്ടർ ഉണ്ട്. അങ്ങനെ ആ ബാലൻ ഒരു പുരുഷനായി മാറുമ്പോൾ ഫസ്റ്റ് തിങ് എന്താണ് ചെയ്യുന്നത്, ഈ റിവെഞ്ച് എങ്ങനെയും എടുക്കുക എന്നുള്ളതാണല്ലോ വരുന്നത്. അതും അങ്ങനത്തെ ഉള്ളൊരു അബ്രാം ഖുറേഷി, അത്രയും സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള അബ്രാം ഖുറേഷിയുടെ കയ്യിലാണ് വന്നുപെടുന്നത്. അവർക്കൊക്കെ ഒരു നിമിഷം മതി ഈ മുന്നേയും ബൽറാമിനൊക്കെ ഇല്ലാതെയാക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 23 വർഷം വെയിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്രയും ബ്രൂട്ടലി
ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി 23 years, എന്ത് ലോജിക്കാണുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 വർഷം കൂടിയും ഈ സായിദ് മസൂദ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മുന്നേടിയും ബൽറാമിന്റെ ഒക്കെ വാർദ്ധക്യം മൂലം മരിച്ചിട്ട് അവരുടെ ഡെഡ് ബോഡികളൊക്കെ കൊണ്ട് കത്തിക്കാമായിരുന്നു. അതും ഒരു റിവെഞ്ച് ആണല്ലോ. ഇവർ ഈ 23 വർഷം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ വളർച്ചയും എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തിട്ട് ഈ 23 വർഷം കഴിഞ്ഞിട്ട് ഞാൻ റിവെഞ്ച് എടുക്കുന്നു, നിന്റെ റിവെഞ്ച് നിന്റേത് മാത്രമല്ലാത്തൊരു ദിവസം വരും അന്ന് ചെയ്യാം. ഇതൊക്കെ എന്തുവാണിത്? ഇതൊക്കെ ഒരു വളരെ ഡ്രാമാറ്റിക്കലി ആയിട്ട് പ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കുള്ള ഒരു ലൈനായിട്ട് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യുന്നത് പോലെ എന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്കും അറിയില്ലേ? അതില് ആ പ്ലോട്ടിന്റെ കാര്യം അങ്ങനെ. പിന്നെ കേരളത്തിലെ പ്ലോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിതിൻ രാമദാസ് ഇവിടെ ഒരു ഡിക്റ്റേറ്ററായി മാറിക്കഴിഞ്ഞു ഈ 5 കൊല്ലത്തിൽ. ഇത്രയും IUF എന്ന് പറയുന്നത് കേരള ഘടകവും അതുപോലെ കേന്ദ്രത്തിലും ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു വലിയൊരു പാർട്ടിക്കായിട്ടുള്ള ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് ഈ 5 വർഷം കേരള പൊളിറ്റിക്സിൽ നമുക്കറിയാം, ഒരുപാട് ഏത് പാർട്ടിയിലാണെങ്കിലും അത്രയും തലമൂത്ത നേതാക്കന്മാരുള്ള പാർട്ടികളാണെന്നേ. അതിലൊരാൾക്ക് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് കളിക്കാനുള്ള റോള് വളരെ കുറവാണ്, അതും ഒരു പുതുമുഖത്തിന്, അതും സ്റ്റീഫന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ. അപ്പൊ ഈ ഒരു സ്റ്റോറി ലൈൻ കാണിച്ചിട്ട് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നു, വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു, വീണ്ടും ചീഫ് മിനിസ്റ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതില് കേരള ഘടകം ഒന്നും സംസാരിക്കുന്നില്ല, കേന്ദ്ര ഘടകവും ഒന്നും സംസാരിക്കുന്നില്ല, പിന്നെ സ്റ്റീഫൻ തന്നെ വരണം ഇത് ശരിയാക്കാനായിട്ട്. ഇതൊക്കെ വളരെ എന്താ പറയാ, നമ്മളൊരു സാങ്കല്പിക പ്ലോട്ട്, എന്തെങ്കിലും സാങ്കല്പിക പ്ലോട്ട് ആയിക്കോട്ടെ, ഇതൊരു മാസ് പിക്ചർ ആയിക്കോട്ടെ, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? നമ്മൾ മലയാളീസ് അല്ലേ, എപ്പോഴും ലോജിക്ക് നമുക്ക് ചിന്തിക്കണ്ടെന്ന് വിചാരിച്ചാലും അത് മനസ്സിലേക്ക് വന്നു പോകും. അപ്പൊ ഈ സ്റ്റോറി ലൈൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രെഡിബിലിറ്റി ഇല്ല. ഇനി അടുത്തത് ബഡ്ജറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ബഡ്ജറ്റ് 175 crores ആണ് ഈ പടത്തിന് ചെലവാക്കിയത്. ഒരു മലയാള പടത്തിന് ഇത്രയും മാത്രം പൈസ ചെലവാക്കാൻ പാടൂ എന്ന് ഫസ്റ്റ് ചോദ്യം. പക്ഷെ ഇതൊരു വിജയമായിരുന്നെങ്കിൽ അത് ഓക്കെ ആയതിന്. കളക്ട് വിജയം എന്നുള്ള പറയുന്നത് റവന്യൂ വൈസിലാണ്. ഈ പടം ഒരു 200 അടുത്ത് ക്രോർസ് ചെലവാക്കുമ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഒരു 800 to 1000 crores അടിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അടിച്ചാലേ ഇതിനൊരു ഈ പ്രൊജക്ടിനൊരു വയബിലിറ്റി ഉള്ളൂ, അത് ഫീസിബിൾ ആവുള്ളൂ. ഇതൊരു 2.5 വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ്. അപ്പൊ 2.5 വർഷം കൊണ്ട് ഇത്രയും ക്രോഡ്സ് സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കണം. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഇറക്കിയ പണത്തിന്റെ അത്രയും മാത്രം കിട്ടിയാലേ അറിയുള്ളൂ. ഈ പടം നമുക്ക് 30 ദിവസം വന്ന ഒരു പോസ്റ്റർ ഇറക്കിയത്, 30 ദിവസമല്ല 28 ദിവസമായപ്പോൾ OTT-ലെത്തി. ആ പോസ്റ്റർ പറയുന്നത് പ്രകാരം 350 കോടിയൊക്കെ താഴെയാണ് പടം കളക്ട് ചെയ്തത്. ഈ ഒരു 350 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കളക്ട് ചെയ്യുന്ന എല്ലാ പൈസയും പ്രൊഡ്യൂസറിന്റെ കയ്യിലേക്ക് വരുന്നില്ല. അതിന് ടാക്സ് ഉണ്ട്, 30% ഗവൺമെന്റ് ടാക്സ് കൊടുക്കണം. പിന്നെ ഒരു 40% 40-60 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഫസ്റ്റ് വീക്കിൽ 60% പ്രൊഡ്യൂസറിന് കിട്ടും, സെക്കൻഡ് വീക്ക് കൂടിയിട്ട് 60% തിയേറ്റർ ഉടമകൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ ഈ കാൽക്കുലേഷനിൽ വെച്ച് നോക്കുമ്പോഴും ഈ 350 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന്റെ കയ്യിലേക്ക് വരുന്നത് ഒരു 110 കോടി രൂപയാണ്, അല്ലെങ്കിൽ 120 കോടി രൂപയാണ് മാക്സിമം വരുന്നത്. പിന്നെ OTT-ന്ന് ഇറങ്ങി, OTT-ന്ന് നമുക്കറിയില്ല എത്ര എമൗണ്ട് എന്നുള്ളത്, എങ്കിലും ഊഹിക്കാൻ നമുക്ക് മാക്സിമം ഒരു 30 crores കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കൂട്ടുമ്പോഴും ഒരു 150 crores വന്ന് നിൽക്കാണ് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിൽക്കുന്നത്. അപ്പോഴും ഈ പടം ഒരു നഷ്ടക്കണക്കാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബഡ്ജറ്റ് നമുക്കറിയാം, മലയാള സിനിമയെ സംബന്ധിച്ച് ബഡ്ജറ്റ് അല്ല ക്രൈറ്റീരിയ. ഇപ്പോൾ ഒരു 16-18 കോടിയിൽ ഇറക്കിയ മഞ്ഞുമൽ ബോയ്സ് 250+ ആണ് കളക്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ പ്രേമല്യു അതിലും കുറവ് ബഡ്ജറ്റിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ 200+ ആണ് കളക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ നല്ലൊരു സ്റ്റോറിയും നല്ല ഡയറക്ഷനും ആണെന്നുണ്ടെങ്കിൽ സാധ്യമാണെന്നുള്ളത് മലയാളത്തിൽ ഓക്കെയാണ്. അതുകൊണ്ട് ഇത്രയും വലിയ ബഡ്ജറ്റും വലിയ സ്കെയിലും പല ഷോട്ടുകളും എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. ഇങ്ങനെ തന്നെ ഒരു സ്റ്റോറി എടുക്കുകയാണെങ്കിൽ പോലും ബഡ്ജറ്റ് ചുരുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചുരുക്കാൻ പറ്റിയ ഒരുപാട് മേഖലകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. ഇനി അടുത്തത് വരാണെങ്കിൽ സ്റ്റേജ്ഡ് സീൻസ്. ഇതിൽ ഓരോ സീനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡ്രാമാറ്റിക്കലി നമ്മളൊരു സീരിയലിലൊക്കെ കാണില്ലേ, അതേപോലെ സ്റ്റേജ് ചെയ്തിട്ടുള്ള സീൻസ് ആണ് എല്ലാം വരുന്നത്. അതായത് ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിൽക്കണം, ഇന്ന ഡയലോഗ് ഡെലിവറി ഇന്ന മോഡിലായിരിക്കണം, എയർ പിടിക്കണം, ഫുൾ എയർ പിടിച്ചിട്ടാണെന്നേ എല്ലാ അഭിനേതാക്കളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇൻക്ലൂഡിങ് ലാലേട്ടനെ പോലും ഗോവർദ്ധനും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അതില് ലാലേട്ടനൊന്നും ഒട്ടും എയർ വിടുന്നില്ല, ആളുടെ ശരീരമൊക്കെ സ്റ്റിഫാക്കിയിട്ട് അതേപോലെ പിടിച്ചു നിന്നിട്ടാണ് ഈ ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുന്നത്. എന്തൊരു ഡ്രാമാറ്റിക് ആണ്, എന്തൊരു കൃത്രിമത്വമാണ്.
ആ രീതിയിൽ ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞ് നാച്ചുറലി ഡയലോഗ് ഡെലിവറി ചെയ്യണതിന്റെ മാസ്റ്ററാണ്. ആ വ്യക്തിനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് അനങ്ങാൻ സമ്മതിക്കാണ്ട് നിർത്തിയതുപോലെയുണ്ട്, ഒരു കറുത്ത കോട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതേപോലെ ആ ഒരു സീന് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇതിൽ എല്ലാ സീനുകളും എടുത്തു നോക്കാം. എന്തിന് മഞ്ജു വാര്യരും ടൊവിനോയും ബ്രദറും സിസ്റ്ററും തമ്മിൽ സംസാരിക്കുന്നത് പോലും വളരെ ഫോർമലി, വളരെ ഡ്രാമാറ്റിക് ആയിട്ടാണ് അവരുടെ സംസാരം പോലും ചെയ്യുന്നത്. പിന്നെ വളരെ ഒരു സ്ലോ പേസിലാണ് ഓരോ സീനുകളും എടുക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ടൈം, ഇന്നത്തെ കാലത്ത് എഡിറ്റിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് പോകുന്നതാണ്. കഥേനെ തീം നോക്കിയിട്ട് വേണം അതിൻ്റെ ഒരു ഫാസ്റ്റ്നെസ് കൊടുക്കാൻ. എങ്കിൽ പോലും ഇതിലെ എല്ലാ സീനുകളും ഒന്ന് വളരെ സ്ലോ ഇട്ട് ആ സീനിന്റെ മാസിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ടൊവിനോ ഇപ്പൊ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആ ഒരു സീന്, അതിലേക്ക് വില്ലൻ കടന്നു വരുന്നത്, അതൊക്കെ വളരെ സ്ലോ പേസിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയുമാണ്. അപ്പം ഇതില് ലാലേട്ടനൊക്കെ പല രീതിയിലും ഒരു ഫാഷൻ ഷോയിൽ വാക്ക് ചെയ്യുന്നത് പോലെ വാക്ക് ചെയ്യുകയും ഒരു ലുക്ക് കൊടുക്കുകയും മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. അല്ലാതെ അഭിനയ സാധ്യത പോയിട്ട് അതിന്റെ 7 അയലത്ത് പോലും അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ ഈ സ്റ്റേജിലെ സീൻസുകൾ ഇതിന്റെ ഒരു പോരായ്മയായിരുന്നു. പിന്നെ ഇതിലേക്ക് അടുത്തത് കോസ്റ്റ്യൂം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കോസ്റ്റ്യൂമിൽ ലാലേട്ടൻ്റെയാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ഇപ്പോഴും ഒരു ജാക്കറ്റാണ് ഒരു ആള് ഇടുന്നത്. ഒരു സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ, ആ മുണ്ടെടുക്കുന്ന സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഇത്രയും കോക്കസിന്റെ ഒരു ഹെഡായ ഒരു വ്യക്തി കേരളത്തിലേക്ക് വരുമ്പോൾ മുണ്ടെടുക്കണം എന്നുള്ള എവിടെയെങ്കിലും നിയമമുണ്ടോ? ഇല്ല. ആ സീനെ മാസാക്കാനായിട്ട് അദ്ദേഹം ഒരു പബ്ലിക് അപ്പിയറൻസ് കൊടുക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാട്ടിൽ പ്രതീക്ഷപ്പെടുന്നത് മുണ്ടാണ്. അതിന്റെ ഒരു ലോജിക്ക് അറിയുന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് എടുത്തതായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ ബാക്കിയുള്ള എല്ലാ സീനുകളും കാണിക്കുമ്പോഴും ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഒരു ജാക്കറ്റും അതിനോ പോലെ ഈവൻ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോഴും ഈ ഈവിളിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇപ്പോൾ കുറെ മാസ് പടങ്ങളിൽ അല്ലെങ്കിൽ ഒരു വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പടങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. എന്താ വെച്ചാൽ മാസും ഒരു ഈവിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ ഈ ഡാർക്ക് ബ്ലാക്ക് എന്നുള്ള ഒരു ഷെയ്ഡ്. പ്രശാന്ത് നീലിന്റെ KGF തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. പൃഥ്വിരാജ് ആ സ്കൂളിൽ നിന്നുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേണ് ഇതില് ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും കീപ്പ് ചെയ്തു പോകാണ്. എന്തുകൊണ്ട് ഒരു കോക്കസിന്റെ ഹെഡിന് വേറെ പല കോസ്റ്റ്യൂംസും ചെയ്തോടെ, കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ടോടെ ഒരു ചേഞ്ച് ആവില്ലേ? പക്ഷെ ഇതിലെ എല്ലാ ഷോട്ടിലും ഒരേപോലത്തെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒന്നിൽ കുറച്ച് ജാക്കറ്റിന് ഇറക്കുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ആയിരിക്കും എന്നല്ലാതെ ബേസിക്കലി അതിന്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ തന്നെ ഒരേ ഒരു ഫീലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു മാറിയിട്ടുള്ള ആ ഫോറസ്റ്റിലെ ഒരു രംഗം കൂടി ഇല്ലായിരുന്നെങ്കിൽ മോഹൻലാലിന് ഇതില് ഒരൊറ്റ മോഹൻലാലായിട്ട് അല്ലെങ്കിൽ ഒറ്റ സീനിലുള്ള മോഹൻലാലായിട്ട് മാത്രം കാണാൻ പറ്റിയാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു സീനിൽ അതില് പൃഥ്വിരാജിന്റെ ഈ പറഞ്ഞ പോലെ ചുരിദാറോ എന്തോ ആണ് ആ വേഷം. അദ്ദേഹം കമാൻഡോ അപ്പിയറൻസില് കോസ്റ്റ്യൂമിൽ വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള അതിന്റെ ഫിസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി വന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ വേഷം ഇടാം. നമ്മൾ കേരളത്തിലാകുമ്പോൾ മുണ്ടെടുക്കുന്നത് പോലെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ വേഷം ഇടാം. ഇത്ര വലിയ കോക്കസിന്റെ ആൾക്കാർ അവർ വന്നിട്ട് ആ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു വളരെ ഡ്രാമാറ്റിക്കലായിട്ട് നടന്നു വന്ന് അതിന്റെ അപ്പോൾ ഈ കോസ്റ്റ്യൂം വെച്ച് നോക്കുമ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി തരുന്നില്ല. ഇനി അടുത്തതിന്റെ മേക്കപ്പും മേക്കപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ക്യാമറാസ് വളരെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു പടമാണ്, ക്യാമറാസ് ഒക്കെ എസ്പെഷ്യലി. അപ്പോൾ അത് തന്നെ അതിന്റെ ലെങ്സ് ഒക്കെ വളരെ ഏറ്റവും ദി ബെസ്റ്റ് ക്വാളിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാവുന്ന, അതും വലിയ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഫേസിലൊക്കെ വരുന്ന ഒരു ചെറിയ കാര്യം പോലും നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിലൊരു പർട്ടിക്കുലർ സീൻ ഞാൻ പറയുകയാണ്. ഇപ്പോൾ മണിക്കുട്ടൻ ടൊവിനോ പ്രസംഗിക്കുമ്പോൾ ആ ജാഥയുടെ ഭാഗമായിട്ട് ആ വെയിലത്ത് നിൽക്കുകയാണ്. ആ വെയിലത്ത് നിൽക്കുന്ന മണിക്കുട്ടൻ്റെ ഒരു ക്ലോസ് കാണിക്കുമ്പോൾ പുട്ടി അടിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് മുഖത്തെ ഫേസ് കാണിച്ചിരുന്നത്. ഈ കാലത്തൊക്കെ മേക്കപ്പ് ഇല്ലാതെ, മേക്കപ്പ് അല്ലെങ്കിൽ മിനിമം ആക്കിയിട്ട്, അല്ലെങ്കിൽ മേക്കപ്പ് എവിഡന്റ് അല്ലാതെ വളരെ റിയലിസ്റ്റിക് എത്രയാക്കാൻ പറ്റുമോ അത്രയും ആക്കിയിട്ടുള്ള പിക്ചേഴ്സ് ഇപ്പൊ നമ്മൾ കണ്ട് ശീലിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് മുഴച്ചിരിക്കും. ഒടനീളം മോഹൻലാലിന്റെ ആണെങ്കിലും തന്നെ
പല ക്ലോസപ്പ് സീനുകൾ കാണിക്കുമ്പോഴും ഈ മേക്കപ്പ് അത് ഈ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ റിലേറ്റ് ചെയ്യാനായിട്ട്, മൂവിയായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കട്ടാവാണ്. പലപ്പോഴും ഇതൊരു സിനിമയാണ്. ഈവൻ ഹെലികോപ്റ്ററിൽ മോഹൻലാൽ വന്നോട്ടെ, എങ്ങനെ വന്നോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു മുടി പോലും അനങ്ങുന്നില്ല. വളരെ കുട്ടപ്പനായിട്ട് ഫാഷൻ ഷോയ്ക്ക് വന്ന വ്യക്തിയെ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഈ മേക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു പൂർണ്ണ സംതൃപ്തി തന്നിട്ടില്ല. പിന്നെ അടുത്തത് മ്യൂസിക് ആൻഡ് BGM. ഇത് വളരെ, നമുക്കറിയാം, ഇങ്ങനത്തെ മാസ സിനിമകളുടെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ള, സ്റ്റോറി പോലെ തന്നെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് മ്യൂസിക് ആൻഡ് BGM എന്ന് പറയുന്നത്. ഇതില് ദീപക് ദേവ് ആണ്. ലൂസിഫറിൽ ദീപക് ദേവ് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു സംതൃപ്തി തന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഓക്കെ നമുക്ക് എക്സ്പെക്ടേഷൻ കുറവായിരുന്നു ലൂസിഫർ ഇറങ്ങുമ്പോൾ. അങ്ങനെയല്ല എമ്പുരാൻ വരുന്നത് ഓൾറെഡി ഒരു വിജയിച്ചൊരു പടത്തിന്റെ നെക്സ്റ്റ് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും ഹൈ ബഡ്ജറ്റ്, അപ്പൊ എക്സ്പെക്ടേഷൻ വളരെ 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 കൂടുതലാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ ദി ബെസ്റ്റ് തുറന്ന ബാഗുമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ആന്റണി സാറ്. അപ്പോൾ ആന്റണി സാറ് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏതെങ്കിലും ഒരു മ്യൂസിഷ്യനെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, ആ പടത്തിനെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊക്കെ വിട്ടിട്ട് അങ്ങനെ ഒരു ഓപ്ഷനിലേക്കേ പോകാതെ ഒരു വട്ടം ചെയ്തു വെച്ച ആ വ്യക്തിയെ ഒരു ആവറേജ്, അദ്ദേഹം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ആവറേജ് ആണ്, നമുക്കറിയാലോ, അതൊരു സത്യമാണ്. ആ ഒരു ആവറേജ് ഒരു വ്യക്തിയിൽ നിന്നിട്ട് അത് ചെയ്യിച്ചപ്പോൾ അതിന്റെ എല്ലാ പോരായ്മകളും ഉണ്ട്. ഒരു സീനെ മോശമായി എന്നല്ല പറയുന്നത്, പക്ഷെ ഇതിനേക്കാൾ സംതിങ് ഡിഫറെന്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു രസമുണ്ടായാണ്. പക്ഷെ കുറെ പോരായ്മകളുണ്ട്. ഇപ്പൊ ഫൈറ്റ് സീനുകൾ, 2 ഫൈറ്റ് സീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും പാട്ടിട്ട് വെച്ചേക്കാണ് BGM ആയിട്ട്. ഒരിക്കലും അത് ലൂസിഫറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വലിയ കുഴപ്പമില്ലാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പോയതാണ്. എന്ന് വെച്ചിട്ട് വീണ്ടും അത് എടുത്തിട്ട് തന്നെ പ്രയോഗിക്കുകയാണോ? അതും ഒരു തമിഴ് പാട്ടും ഒരു ഹിന്ദി സോങ് വെച്ചിട്ട് വളരെ ഒരു അരോചകമായിട്ട് അത് തോന്നി രീതിയിൽ. പിന്നെ എമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഉണ്ട്, ഈ മെയിൽ വോയിസിന്റെ. ഈ പന്നിക്ക് ബാക്കിൽ വെടി കിട്ടുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓടില്ല, അതേപോലെ കൂവി വിളിക്കുകയാണ്, എന്തൊക്കെയോ ഒരു സംഭവം പോലെ രീതിയിൽ. ഈ ഫോൾസ് വോയിസ് വെച്ചിട്ട് ഇങ്ങനെ പാടിപ്പിക്കാനായിട്ട് എന്താണെന്നത് മനസ്സിലാവുന്നില്ല. അത് ഒട്ടും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മ്യൂസിക്കും BGMത്തിന്റെ ഒരു അവസ്ഥ. ഇനിയും ഇതിലെ ഫൈറ്റ് സീനുകൾ പറയാം. ഫൈറ്റ് സീനുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പിക്ചർ ആവുമ്പോൾ, ഇത്രയും ബഡ്ജറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാതും ക്ലാസ് ആവണമെന്നേ, അല്ലെങ്കിൽ എല്ലാതും ഒരു മികച്ച അനുഭവം കൊടുക്കണമെന്നേ. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഒരു മാസ് പടം എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല ഡയലോഗ്സും നല്ല ഫൈറ്റുകളും ആണെന്നേ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ഫൈറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇദ്ദേഹം ഒരു വലിയ ചീഫാണ്, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ആ കാട്ടിലെ ഒരു ഫൈറ്റ് സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിരക്കേടില്ലാതെ അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മോഹൻലാൽ എന്ന വ്യക്തിക്ക് നമുക്കറിയാം, മുണ്ടെടുത്താൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭംഗി വരുന്നത്. അത് മുണ്ടെടുത്ത് മീശ പിരിക്കണമെന്നൊന്നുമില്ല. മുണ്ടെടുത്ത് ഒരു സാധാരണ റോള് ചെയ്താലും മോഹൻലാലിനെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നടനില്ല. ഇന്ത്യയിലാണ് ഈ മുണ്ടെടുക്കുന്ന ഒരു വ്യവസ്ഥയുള്ളത്. ഇന്ത്യയിലെ ഒരു നടനെ, അല്ലെങ്കിൽ വേൾഡിൽ തന്നെ എടുത്തോട്ടെ, ഒരു നടനെയും മോഹൻലാലിനെ പോലെ മുണ്ട് ഇണങ്ങില്ല. അതിൽ ഈ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് പോലും മോഹൻലാലിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ആള് ഈ ജാക്കറ്റും അല്ലെങ്കിൽ ഒരു സൂട്ടിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് പരിമിതികളുണ്ടെന്നേ. അദ്ദേഹത്തിന്റെ ഒരു ബോഡിയും ആ ഒരു ഫ്ലെക്സിബിലിറ്റിനെയൊക്കെ അത് ഇല്ലാണ്ടാക്കുകയാണ്. അപ്പൊ അതിൽ അദ്ദേഹം അത്ര ഒരു ക്യൂട്ടല്ല രീതിയിൽ. അതൊക്കെ തന്നെ ഈ ഫൈറ്റ് സീനുകളിലും നമുക്ക് കാണാനുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക വേസ്റ്റ് ആണ്. പൃഥ്വിരാജിന്റെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഓരോ വരവും സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു പക്ക ഒരു സാധാ ഒരു സിനിമയിലാണെങ്കിലും ഓക്കെ, ഇങ്ങനെ ഇത്രയും നല്ലൊരു ബഡ്ജറ്റുള്ള, ഇത്രയും എക്സ്പെക്ടേഷനുള്ള ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു ഫൈറ്റ് ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അതാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് വളരെ എല്ലാവരും കാത്തിരുന്ന് എക്സ്പെക്ട് ചെയ്തൊരു സാധനമായിരുന്നു ക്യാമിയോ റോൾസ്. അപ്പോൾ ആരാണ് ഈ ഡ്രാഗൺ എന്ന് കുറിച്ചിട്ട് ഒരുപാട് സമയം ഇന്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ സംസാരം ഉണ്ടായി. പലരും പല പേരുകളും പറഞ്ഞു. ലാസ്റ്റ് ഇത് തിരിഞ്ഞപ്പോൾ മുകേഷ് പറഞ്ഞതുപോലെ ഒത്തില്ല എന്ന് പറഞ്ഞതുപോലെയായി. ആരാണ് ഇദ്ദേഹത്തിന് അറിയുന്നത്? ഒരു ചൈനീസ് നടനാണ്. ഓക്കെ, നമുക്ക് സിനിമ കാണുന്നതിൽ ഒരു 30% വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാരും സിനിമയെ കുറിച്ച് വളരെ ബോധ്യമുള്ള ആൾക്കാരാണ്. ആക്ച്വലി പൃഥ്വിരാജ്, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. അതായത് ഞാൻ പറയുന്ന ഹിന്ദി ഭാഷയും ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയും ഒരു സബ് ടൈറ്റിൽ ഇല്ലാതെ, പിന്നെ ഞാൻ ആരെ വേൾഡിൽ കാണിച്ചാലും തിരിച്ചറിയാൻ കഴിയുന്ന പ്രേക്ഷകരാണ് മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റുള്ള പ്രേക്ഷകർ എന്ന് വിചാരിച്ചു പോയി. അല്ലാന്നേ പല സാധാരണക്കാരും ഒക്കെ ഈ കൂലിപ്പണിക്ക് പോകുന്ന
പല സാധാരണക്കാരും ഈ പടം കാണുന്നുണ്ട്. അവരാണ് മെജോറിറ്റി ആൾക്കാർ, അല്ലെങ്കിൽ കൂലിപ്പണിക്കാർ പോട്ടെ, സാധാരണ കുടുംബം നടത്തുന്ന ആൾക്കാർ. പല ആൾക്കാർക്കും ഈ കൊറിയൻ പടവും ചൈനീസ് പടത്തിലെ ആൾക്കാരൊന്നും അറിയണമെന്നില്ലാന്ന്. അവരൊന്നും ഇപ്പോഴും OTT-ൽ എല്ലാ സിനിമയും കണ്ടു തീർക്കല്ല. അവർക്ക് അതിന് സമയമില്ല. അവർ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പൊ അതിനിടയിൽ അവർക്ക് ഇടയ്ക്ക് ഒരു മാസ പടങ്ങളോ അല്ലെങ്കിൽ നല്ല പടങ്ങൾ വരുമ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ ചൈനീസ് ഏതൊരു റിവ്യൂവർ പറഞ്ഞതുപോലെ ചൈനീസ് റെസ്റ്റോറന്റിൽ സർവ് ചെയ്യാൻ നിൽക്കുന്ന നൂഡിൽസ് സർവ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിനെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. ഞാൻ ആ നടനെ ചെറുതായി കാണിക്കുകയല്ല, അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള നടനാണ്. പക്ഷേ അത് സാധാരണക്കാർക്ക് റിലേറ്റ് ആയിട്ടില്ല. ആ ഒരു ക്യാമിയോ റോള് അത് പ്രസന്റ് ചെയ്ത രീതിയും റിലേറ്റ് ആയിട്ടില്ല. ഇനി അടുത്തത് പ്രണവ് മോഹൻലാൽ. വളരെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ. അവിടെ അത് നശിപ്പിച്ചു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മൾ സലീം കുമാറിന്റെ പുകയിട, ഇവർക്ക് വെറൈറ്റി വേണം എന്ന് പറഞ്ഞിട്ട് നിറയെ പുക അടിപ്പിച്ചിട്ട് എന്താണ് സ്റ്റെപ്പ് എന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു സീൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഒരു വിഗും വെച്ചു കൊടുത്ത് കുറച്ച് ലൈറ്റും അടിപ്പിച്ച് പ്രണവാണ് അത് ചെയ്യണേന്നുള്ളതിന്റെ യാതൊരു ക്ലൂ ഇല്ലാണ്ട് ആ സീൻ അങ്ങോട്ട് എടുത്തു. പക്ഷെ പ്രണവിനെ ക്ലിയർ ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ട ഒരു സീനായിരുന്നു അത്. പലർക്കും പടം കണ്ടു കഴിഞ്ഞ് പല റിവ്യൂവിലും കേട്ടപ്പോഴാണ് അത് പ്രണവാണെന്നുള്ള കാര്യം തന്നെ മനസ്സിലായത്. പിന്നെ ആന്റണി സാറിന്റെ മകൻ, അദ്ദേഹത്തിന് ആരും അറിയില്ല, എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഇൻട്രോ സീൻ വെച്ചു കൊടുത്തേക്കാണ്, ഒരു ക്യാമിയോ പോലത്തെ ഒരു റോള്. അതും ഒട്ടും ഒരു സുഖമില്ലായിരുന്നില്ല. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഡ്യൂറേഷനാണ് ഈ സിനിമയുടെ. ഈ സിനിമ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ഇത്രയും പ്ലോട്ട് കാണിക്കേണ്ട രീതിയിൽ ഇത്രയും സ്ലോ പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡയലോഗിന്റെ പ്രസന്റേഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ. ഈ ഒരു പടം ഒരു 2.5, ഇതേ പടം തന്നെ ഈ പോരായ്മകളൊക്കെ സംസാരിച്ചെങ്കിലും ഇതേ സിനിമ തന്നെ ഒരു 2.5 ഉള്ളിൽ നിർത്തായിരുന്നെങ്കിൽ ഈ പടം കുറച്ചും കൂടി ഒരു രസിക്കാമായിരുന്നു. പല സീനുകളും ഇപ്പൊ ഇനീഷ്യലി, അതുപോലെ മോഹൻലാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1 അവർ കഴിഞ്ഞിട്ടാണ്. അതൊക്കെ ഒരു 20-30 മിനിറ്റ്സിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പടത്തിന്റെ പല ആവശ്യമില്ലാത്തത് ഇനീഷ്യൽ കാണിക്കുന്ന രംഗങ്ങളൊക്കെ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു 8-10 മിനിറ്റ് കൊണ്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തും മാറണമായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ ഡ്യൂറേഷന് പറ്റിയ കൂടിപ്പോയി. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടനാണ്. ഏതൊരു ഡയറക്ടറും കൊതിക്കുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ. മോഹൻലാലിനെ വെച്ചിട്ട് അവരുടെ ലൈഫ് ടൈമിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഏതൊരു ഡയറക്ടറിന്റെ സ്വപ്നമായിരിക്കും. അങ്ങനെ ഒരു ഡയറക്ടറിനെ, ഒരു ആക്ടറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ട് കിട്ടുമ്പോൾ നമ്മളൊരു ജ്യൂസ് പിഴിയുന്നത് പോലെ അദ്ദേഹത്തിൽ നിന്നിട്ട് അഭിനയം പിഴിഞ്ഞ് എടുക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിനെ യൂസ് ചെയ്ത് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എടുത്തിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. അദ്ദേഹത്തിന് എന്ത് ക്യാരക്ടറാണെങ്കിലും അദ്ദേഹത്തിന് അഭിനയ സാധ്യതയുള്ള ക്യാരക്ടറുകൾ, ഇതേപോലെ ഒരു ഷോ കാണിക്കണതല്ല. ഇതിൽ സത്യത്തിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ട് വളരെ ഡയലോഗ്സ് കുറവാണ്, സീനുകൾ തന്നെ കുറവാണ്. അതിലുള്ള സീനുകളിൽ തന്നെ ഒരു ഫാഷൻ ഷോയിൽ ഒരു റാം വാക്കിൽ നടക്കുന്ന ഒരു ജാക്കറ്റ് ഇട്ടിട്ട് ഒരു സൺഗ്ലാസും വെച്ചിട്ട് വന്ന് നിൽക്കുക, എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഇതേപോലെ ഒരു 3 നോട്ടം നോക്കുക, ഒരു ഡയലോഗ് പറയാം. ഓക്കെ, ഇത് കറക്റ്റ് റാം വാക്കിൽ ഫാഷൻ ഷോയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയാണ് ഒരു മോഹൻലാലിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ മോഹൻലാൽ എന്നുള്ള ഒരു നടനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഈ സിനിമ മറന്നുപോയി. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ, എന്ന് വെച്ചാൽ ഈ സിനിമ കാണാൻ വരുന്നത് പൃഥ്വിരാജോ മുരളി ഗോപിയോ ആന്റണി സാറോ വേറെ ഒരാളുടെയും ലേബിളിലല്ല, മോഹൻലാൽ എന്നുള്ള വ്യക്തിയുടെ ലേബിളിലാണ് ഇത് ഈ പടങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 3 hours അദ്ദേഹത്തിന് നിർത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ആ കഥയൊക്കെ മാറ്റേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതാണ് ഇതിന്റെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്. ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നന്ദി, നമസ്കാരം.